നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ ബാഴ്സലോണയുടെ വഴി ഏതാണ്? അവർ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി പോവുകയാണോ, അതല്ല തുടക്കത്തിലൊരു പ്രോമിസ് നൽകിയിട്ട് എല്ലാം കൂടെ താഴേക്ക് പോവുകയാണോ? ആശങ്കയുണ്ട് ഇപ്പോൾ ആരാധകർക്ക്. നിലവിൽ ബാഴ്സ ലാലിഗയിൽ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുമ്പോഴും 18 കളികളിൽ നിന്ന് അവർക്ക് 38 പോയിൻ്റ് ഉണ്ടെന്ന് പറയുമ്പോഴും അവരെക്കാൾ ഒരു കളി കുറച്ച് കളിച്ച അത്ലറ്റിക്കോ മാഡ്രിഡിനും അതേ പോയിൻ്റ് ഉണ്ട്. ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ് നാളെ കളി. കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ബാഴ്സയ്ക്ക് എന്നർത്ഥം. തുടക്കത്തിലെ കിടിലൻ പ്രകടനത്തിന് ശേഷം ബാഴ്സ നവംബറിലും ഡിസംബറിലുമായിട്ട് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാലും ഹൻസി ഫ്ലിക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കളിക്കളത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ സ്ട്രാറ്റജി നമുക്കൊന്ന് നോക്കാം. അതിൽ കുറേ കാര്യങ്ങൾ വ്യക്തമാവും. നോക്കുക, ഇപ്പോൾ കഴിഞ്ഞ 24 മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ ലാലിഗയിലെ മാത്രമല്ല, മൊത്തം ഈ സീസണിലെ 24 മത്സരങ്ങളിൽ 19 മത്സരങ്ങളിലും അദ്ദേഹം 5 സബ്ബുകളും യൂസ് ചെയ്തു. ലെവൻഡോസ്കി, ഒൽമോ തുടങ്ങിയ താരങ്ങളെ റെഗുലർലി അദ്ദേഹം സബ് ചെയ്യുന്നുണ്ട്. അവർ കീ പ്ലെയേഴ്സാണെന്ന കാര്യത്തിൽ സംശയവുമില്ല. പിന്നെ ഇനീഗോ മാർട്ടീനസ് ആണ് മോസ്റ്റ് കൺസിസ്റ്റൻ്റ് സ്റ്റാർട്ടർ. റയർലി മാത്രമേ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. പെഡ്രിയാണ് മോസ്റ്റ് സബ്ഡ് പ്ലെയർ. 18 മത്സരങ്ങളിൽ അദ്ദേഹം സബ് ചെയ്യപ്പെട്ടു. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഈ ഒരു സ്റ്റാറ്റ്സ് കൂടി നോക്കണം, സബ്ബുമാരുടെ സ്റ്റാറ്റുകൾ കൂടി. 7 പ്ലെയേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. ഫെഡാന്, പാബ്ലോ ടോറസ്, ഇവർ രണ്ടുപേരുമാണ് 2 ഗോളുകളുമായിട്ട് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങി ഗോൾ അടിച്ചതിൽ ലീഡ് ചെയ്യുന്നത്. പാവോ വിക്ടറാണ് ഫ്ലിക്കിൻ്റെ ഗോ ടു സബ് എന്ന് പറയാവുന്ന ഒരാൾ. 16 തവണ അദ്ദേഹത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലിക്കിൻ്റെ മോസ്റ്റ് ചേഞ്ചസ് ഒരു അവസാനത്തെ 30 മിനിറ്റുകളിൽ ആണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ചേഞ്ചുകൾ വരുന്നത്. 61 മുതൽ 75 വരെയുള്ള മിനിറ്റുകൾ അദ്ദേഹം 54 സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ 69 മുതൽ 70 വരെയുള്ള മിനിറ്റുകളിൽ 49 സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തിയിട്ടുണ്ട്. സോ കാര്യം വളരെ കൃത്യമാണ്. അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ടീമിൻ്റെ ബാലൻസിങ്ങിലാണ്. ദെൻ റെസ്റ്റ് ആൻഡ് റിസൾട്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോക്കസ് എന്നുള്ളത് ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം തനിക്ക് ലഭ്യമായിട്ടുള്ള സ്ക്വാഡ് വെച്ച് അവർക്ക് വേണ്ടപ്പോൾ റെസ്റ്റ് കൊടുക്കുന്നു. ടീമിൻ്റെ ബാലൻസ് പോകാതെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ മാനേജ് ചെയ്യുന്നു. ഇതൊക്കെയാണെങ്കിലും സമീപകാലത്തെ ലാലിഗയിലെ റിസൾട്ട് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ബാഴ്സയുടെ സ്ക്വാഡ് ഇപ്പോൾ അത്ര ഡെപ്തുള്ളൊരു സ്ക്വാഡൊന്നുമല്ല. കാരണം ലാമാസിയിൽ നിന്നുള്ള കുറേ പിള്ളേരെ വെച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ മറക്കരുത്. ഫ്ലിക്കിന് പക്ഷേ അതിൽ പരാതിയില്ല. അദ്ദേഹം ആദ്യമേ പറഞ്ഞതാണ്, ഞാനങ്ങനെ പരാതി പറയുന്ന ആളല്ല, ഉള്ളത് വെച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന്. അപ്പോൾ അദ്ദേഹം ഉള്ളത് വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സീസൺ മുന്നോട്ട് പോകും തോറും അത് തിരിച്ചടിയാവുന്നു പോകുന്നതാണ് ചോദ്യം. കാത്തിരിക്കാം ബാഴ്സയുടെ വഴി ഏതാണ് എന്നറിയാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.